Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഗീർ വയർ എടുക്കാം. ഗീർ വയറിലോട്ട് കുഞ്ഞു ഗോൾഡൻ കളർ ബീഡ്സ് ആണ് ആദ്യം കോർക്കുന്നത്. 5 ഗോൾഡൻ കളർ ബീഡ്സ് കോർക്കാം. അപ്പോൾ ഈ കമ്മൽ ചെയ്യാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. ചെറിയ സൈസ് മുത്തും കുറച്ച് വലിയ സൈസ് വൈറ്റ് കളർ മുത്തുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെറും പിന്നെ ഇയർ ഹുക്കും കൂടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 5 മുത്ത് കോർത്തു. അതിൻ്റെ ലാസ്റ്റ് വരുന്ന മുത്തിലോട്ട് നമുക്ക് നെക്സ്റ്റ് അതായത് മറ്റേ ഭാഗത്തുള്ള വയർ കോർത്ത് ഇതുപോലെ ടൈറ്റാക്കി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കാം, വീണ്ടും ഒരു ഗോൾഡൻ കളർ മുത്ത് കോർക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഗീർ വയർ ഈ വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ച് മുകളിലോട്ട് കോർക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കോർത്ത് വെച്ചതിൻ്റെ നെക്സ്റ്റ് ഗോൾഡൻ കളർ കുഞ്ഞു മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാം, അതായത് 5 മുത്താണ്, വൈറ്റ് കളർ മുത്താണ് ഇതിൽ കോർക്കുന്നത്. അതായത് ഒരു പൂവിൻ്റെ 5 ഇതൾ പോലെ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഓരോ മുത്തും ഇതുപോലെ തന്നെയാണ്. ഒരു വൈറ്റ് കളർ വലിയ മുത്ത്, ഒരു കുഞ്ഞ് ഗോൾഡൻ കളർ മുത്ത്, അത് കഴിഞ്ഞ് വീണ്ടും വൈറ്റ് കളർ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് വരുന്ന ഈ റൗണ്ട് നമ്മൾ ആദ്യം കോർത്ത് വെച്ച ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലൂടെ ഓരോന്നിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമുക്ക് കോർത്ത് ഇതിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഗീർ വയറിന് പകരം നമുക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നീഡിൽ യൂസ് ചെയ്യാതെ തന്നെ കോർക്കാം ഗീർ വയർ ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നൂലാണെങ്കിൽ, അല്ലെങ്കിൽ സിൽക്ക് ത്രെഡോ നൈലോൺ വയറോ അല്ലെങ്കിൽ എങ്കാസൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഫിഷിംഗ് വയറൊക്കെ, അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്ത്. ഓക്കെ, സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് നല്ലത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നൂലൊക്കെ ആകുമ്പോൾ 2 വരിയായൊക്കെ എടുത്തിട്ട് കോർത്താലും മതി. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ മുത്തിന് പകരം നമുക്ക് ക്രിസ്റ്റൽസ് യൂസ് ചെയ്യാം. പക്ഷെ ശരിക്കും മുത്ത് കാണുന്ന ഒരു ഭംഗി ക്രിസ്റ്റൽസ് യൂസ് ചെയ്താൽ കിട്ടില്ല. ശരിക്കും പേൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഈ വൈറ്റ് പേളിൻ്റെ ഒരു ഭംഗി തന്നെയാണ് ഇതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് മുത്ത് കോർക്കുമ്പോൾ 2 ഗീർ വയറിൻ്റെ അറ്റും അതിലോട്ട് കോർക്കണം. അതിനുശേഷം ഒരു ഗീർ വയറിൽ മാത്രം നമ്മൾ ഗോൾഡൻ കളർ മുത്ത കോർക്കുന്നത്. 6 ഗോൾഡൻ കളർ മുത്താണ് നമ്മൾ ലാസ്റ്റ് ഒരു ഗീർ വയറിൽ കോർക്കുന്നത്. അത് ഏതെങ്കിലും ഒന്നിൽ മാത്രം കോർത്താൽ മതി. അതിനുശേഷം നമ്മളവിടെ കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കമ്മലിന് കുറച്ചുകൂടി ലെങ്തി ആയിട്ട് വേണമെങ്കിൽ, കുറച്ച് നീളത്തിൽ താഴോട്ടൊക്കെ കിടക്കുന്ന പോലെ വേണമെങ്കിൽ നമ്മൾ ഈ ഗോൾഡൻ കളർ മുത്ത് ഞാനിവിടെ 6 കോർക്കുന്നതിന് പകരം കുറച്ച് കൂടുതൽ നമ്പർ കോർക്കും. അങ്ങനെയാണെങ്കിൽ അത്രയും ലെങ്ത്തായിട്ട് കമ്മൽ താഴോട്ട് കിടക്കും. അപ്പോൾ ഈ കോർത്ത ശേഷം നമ്മൾ ഈ 2 അറ്റവും കൂടി കൂട്ടി കെട്ടുകയാണ്. 2 കെട്ടിട്ടാൽ മതി. ഗീർ വയർ ആയതുകൊണ്ട് ടൈറ്റായിരുന്നോളൂ, അഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ കെട്ടിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇവിടെ ഫെവി ബോണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫെവി ബോണ്ടാണ് നോർമലായിട്ട് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യാറ്. ഈ ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും നല്ല ഒരു ഗ്ലൂ ആണ് ഫെവി ബോണ്ട്. അപ്പോൾ അത് കുറച്ച് ഈ കെട്ടിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് 2 അറ്റവും എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഇയർ ഹുക്ക് കൂടിയാണ് കോർക്കേണ്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കോർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ലൂപ്പ് കുറച്ച് അകത്തിയ ശേഷം ഈ കമ്മലിൻ്റെ മുകളിലായിട്ട് നമുക്കിത് കോർക്കാം. കോർത്ത ശേഷം വീണ്ടും ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള അടിപൊളി കമ്മലാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നെക്ലസ്സോ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള മാലയെല്ലാം ഇതേ ഡിസൈനിൽ ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവറിന് പകരം നമുക്ക് 2 ഫ്ലവറൊക്കെ ഒരു കമ്മലിൽ തന്നെ കോർത്തുണ്ടാക്കാം. അപ്പോൾ അതിൻ്റേതായ ഡിസൈൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് വീണ്ടും വേറെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. എല്ലാം കൂടി ഒന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും. അപ്പോൾ കാണുന്നവർക്ക് അതൊരു കൂടുതൽ ഡാറ്റ പോകുന്നു അല്ലെങ്കിൽ സമയം പോകുന്നു, മുഴുവൻ കണ്ടിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വേറെ ആയിട്ട് ഇടാം, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരാം. പിന്നെ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.